ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് നമ്മൾ സ്റ്റേക്കായിട്ട് എടുത്തിട്ടുള്ള വീട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ വീട്. ഈ വീട്ടിൽ വരുന്നത് ഇതുപോലെ വലിയൊരു ഹാളും പിന്നെ താഴെ തന്നെ ഒരു ബെഡ്റൂമും പിന്നെ പൂജാ റൂമും പിന്നെ കിച്ചണും ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വരുമ്പം 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അത് കൂടാതെ 4 ബെഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ 4 ബെഡ്സ്. പിന്നെ ഉള്ളതൊരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. പിന്നെ തൊട്ടപ്പുറത്ത് പറമ്പുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നില്ല, ഇത് കരിമ്പിൻ തോട്ടമാണ്, കരിമ്പിൻ്റെ കൃഷിയാണെന്നാണ് കേട്ടോ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് ആ പറമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് ഇവർ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ട്രാവലർ, ബക്കാടി എന്നാണ് കേട്ടോ പേര്. നമുക്ക് രാവിലെ 9 മണിക്കാണ് കേട്ടോ ട്രെക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും കൂടെ ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ട്രെക്കിങ് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് 2:30 ഒരു ട്രെക്കിങ് സെറ്റായി കിട്ടി കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഇരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല സമയമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലപോലെ റെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2:30 ട്രക്കിങ്, അതിനെങ്കിലും നമുക്ക് സമയത്തിന് എത്തണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബാക്കിയുള്ളവരെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ചേച്ചി ഈ ഒരു ചോക്ലേറ്റ് കൊണ്ട് തന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.